ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ചൊരു ചോദ്യമാണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും വന്നൊരു ചോദ്യമാണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്സ് എ ആൻഡ് സി റിലേറ്റീവ് ടു കർവ് ബി? അതായത് ഇവിടെ 3 കർവുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബി എന്ന് പറഞ്ഞൊരു നോർമൽ കർവ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത എ കർവ് കൊടുത്തിട്ടുണ്ട്, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സി കർവ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഈ 2 അല്ലെങ്കിൽ 3 കർവ്സ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഓപ്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഇതിന്റെ ഒരു തിയറി, ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന്റെ ഒരു തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ആൻഡ് അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അഫിനിറ്റി ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ ആണ് എന്നുള്ളത് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ആ തിയറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്തതിനു ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അഫിനിറ്റി ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ, അത് തമ്മിലുള്ള അഫിനിറ്റി ആണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പൊ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും ഭയങ്കര അഫിനിറ്റി കൂടുതലാണ്. ആൻഡ് കുറവാണ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ അഫിനിറ്റി കുറവാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലോട്ടിനെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്മോയിഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു കർവ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഇതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഈ ഷേപ്പാണ് സിഗ്മോയിഡ് ഷേപ്പ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു. അഫിനിറ്റി ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ. എന്താണ് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ PO2 4 ഫാക്ടേഴ്സ് ആണുള്ളത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഈ 4 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം അഫിനിറ്റി കൂടണമെങ്കിൽ, ഫോർ ഹൈ അഫിനിറ്റി കൂടുതലാവണമെങ്കിൽ, ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കൂടുതലാവണമെങ്കിൽ ഈ ഫാക്ടേഴ്സ് എങ്ങനെ വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാവണം, ബാക്കിയെല്ലാം കുറവാവണം എന്ന് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ? യെസ്. അതേപോലെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കുറവാവാനുള്ള സാഹചര്യം ഏതാണ്? ലോ അഫിനിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? PO2, PCO2, H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഈ ഫാക്ടേഴ്സ് എന്ത് സംഭവിച്ചാലാണ് അഫിനിറ്റി കുറയുക, ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കുറയുക എന്ന് ചോദിച്ചാൽ PO2 കുറവായിരിക്കണം ആൻഡ് PCO2, H+ അയോൺസ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ഇതെല്ലാം കൂടുതലായിരിക്കണം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റൈറ്റിലേക്ക് ഈ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒന്ന് എഴുതാൻ പോവുകയാണ്. സോ ഈ ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഗ്രാഫ് ഇതുപോലെയായി മാറും. കണ്ടോ? റൈറ്റിലേക്ക് ഈ ഗ്രാഫ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. റൈറ്റിലേക്ക് ഈ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്, എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് നോക്കിയാൽ നോക്ക്. ഈ ഒരു ആക്സിസിലാണല്ലോ അഫിനിറ്റി ഉള്ളത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഉള്ളത്. അത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് ഒരു 50% സാച്ചുറേഷൻ ആവുന്ന ഒരു പോയിന്റ് എടുക്കുകയാണ്. ഓക്കെ, ഒറിജിനൽ ഗ്രാഫിൽ ഈ 50% സാച്ചുറേഷൻ ആവാൻ വേണ്ടേ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരുന്നു അല്ലെ. ഇത്രയും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് ആദ്യം ഇനീഷ്യലി ആവശ്യമുണ്ടായിരുന്നത്.
ഓക്കെ, ഈ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? 50% സാച്ചുറേഷൻ എത്താൻ ഇപ്പോ കൂടുതൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വേണ്ടി വരും എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതായത് ഇത്രയും അഡീഷണൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ ഉണ്ടെങ്കിലേ ഇനി 50% സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ആവുള്ളൂ. ശരിയല്ലേ? അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? ആദ്യത്തെ ഗ്രാഫിൽ കുറച്ച് ഓക്സിജൻ ഉണ്ടെങ്കിൽ തന്നെ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള സാച്ചുറേഷൻ 50% ആവും. ഇതേ 50% എത്താൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം അവിടെ എന്തായി മാറി? അവിടെ കൂടുതൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ വേണം. അതായത് കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിലേ ഇപ്പൊ ഹീമോഗ്ലോബിനിൽ ഓക്സിജൻ കയറി ഇരിക്കുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കൂടുതലാവുകയാണോ കുറവാവുകയാണോ ചെയ്തത്? ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലോ അഫിനിറ്റി. എന്താ ലോ അഫിനിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലോ അഫിനിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടുതൽ ഓക്സിജൻ ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും ഓക്സിജൻ ഹീമോഗ്ലോബിനിലേക്ക് കയറിയിരിക്കുന്നുള്ളൂ. അപ്പൊ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കുറവാവുകയാണ് ചെയ്യുന്നത് എന്നല്ലേ അതിന്റെ അർത്ഥം? യെസ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താലുള്ള അവസ്ഥ. ഞാൻ ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ 50% സാച്ചുറേഷൻ എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെ ആവശ്യമുള്ളൂ. കണ്ടോ? ആദ്യമുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനെ കാട്ടിലും കുറവ് പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ഉണ്ടായാൽ തന്നെ 50% സാച്ചുറേഷൻ ഹീമോഗ്ലോബിനിൽ എത്തും. ക്ലിയർ അല്ലേ? സോ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ടുള്ള സാച്ചുറേഷൻ 50% ആവണമെങ്കിൽ ഇതായിരുന്നു നോർമലി വേണ്ട പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതൽ വേണ്ടി വന്നു. ലെഫ്റ്റിലേക്കാണ് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കുറച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ മതി. ദാറ്റ് മീൻസ് കുറച്ച് ഓക്സിജൻ കൊടുത്താൽ തന്നെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കൂടിയിട്ടുണ്ട് എന്നാണ്. സോ ലെഫ്റ്റ് ഷിഫ്റ്റ് ഈ ഗ്രാഫിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹൈ അഫിനിറ്റി ബിറ്റ്വീൻ ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ എന്നാണ്. ശരിയല്ലേ? യെസ്. അപ്പം ഇവിടെ ഹൈ അഫിനിറ്റി ആണ് നമ്മൾ പറഞ്ഞു, ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ അഫിനിറ്റി ആണ്. ഇനി എന്താണ് ലോ അഫിനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് PO2, PCO2, H+ അയോൺ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ലോ അഫിനിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? PO2 കുറവായിരിക്കണം, ബാക്കി 3 ആൾക്കാര് കൂടുതലായിരിക്കണം. ഇത് നമ്മൾ പഠിച്ച കാര്യമല്ലേ? യെസ്. ഇനി ഹൈ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് അല്ലേ ഉള്ളത്? ഹൈ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത്ര പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇവിടെ ഉള്ള പോയിന്റ്സ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. സോ റൈറ്റ് ഷിഫ്റ്റ്, ഒരു ഗ്രാഫ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ലോ അഫിനിറ്റി. അങ്ങനെ അഫിനിറ്റി കുറയാനുണ്ടായ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? PO2 കുറവായിരിക്കും, PCO2 കൂടുതലായിരിക്കും, H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, ആൻഡ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഗ്രാഫ് എപ്പോഴാണ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക? അഫിനിറ്റി കൂടുതലാവുമ്പം. അഫിനിറ്റി ചെയ്യാൻ ഏതൊക്കെ സാഹചര്യത്തിലാണ് കൂടുക? PO2 കൂടും, PCO2 കൂടുമ്പം H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ PCO2 കുറയുമ്പം H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പം ആൻഡ് ടെമ്പറേച്ചർ കുറയുമ്പം. ഇതാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് തിയറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ NCERT പെരിഫറലായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഈ തിയറിയിലേക്ക് എത്താൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നും അതിന്റെ ഫാക്ടേഴ്സ് എന്താ എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇനി ആൻസറിലേക്ക് കടക്കാൻ പോവാണ്. ഇതാണ് നോർമൽ ആയിട്ടുള്ള ഗ്രാഫ്. ആൻഡ് C എന്ന് പറയുന്നത് എന്താ? C എന്ന് പറയുന്നത് ലോ അഫിനിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് കർവ് A ഇൻഡിക്കേറ്റ്സ് ഹൈ അഫിനിറ്റി. അതിന്റെ ഫാക്ടേഴ്സും നമ്മൾ കണ്ടെത്തിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. കർവ് A നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർവ് A represents
ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ, അതായത് അഫിനിറ്റി കൂടുതലാണ്, ഹൈ അഫിനിറ്റി ഉണ്ടെന്നാണ് ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അറ്റ് ലോ H+ അയോൺ കോൺസെൻട്രേഷൻ. ഇവിടെ കർവ് എയില് H+ അയോൺ കോൺസെൻട്രേഷൻ കുറവാണ് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. സോ കർവ് എ ഇൻഡിക്കേറ്റ്സ് ഹൈ അഫിനിറ്റി ആൻഡ് അവിടെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? PCO2 കുറവാണ്, H+ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. ഓപ്ഷനിൽ എന്താ പറഞ്ഞത്? H+ കുറവാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശരിയല്ലേ? യെസ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കാം. കർവ് സി, ഇതാണല്ലോ നമ്മുടെ കർവ് സി, ലോ അഫിനിറ്റി ഉള്ള കർവ് സി ആണ്. റെപ്രസെന്റ്സ് ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ അല്ല, ലോ അഫിനിറ്റി ആണ്. അപ്പൊ ഇവിടെ ഫേവറബിൾ ഓക്സിജൻ എന്ന് പറയുന്നത്, ഓക്സിജൻ അസോസിയേഷൻ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കർവ് എ വീണ്ടും ഇതിനെ പറ്റിയാണ് പറയുന്നത്. റെപ്രസെന്റ് ഫേവറബിൾ അസോസിയേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ അറ്റ് ലോ pH എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയേണ്ടത്? ലോ H+ അയോൺ കോൺസെൻട്രേഷന്റെ സമയത്താണ് ഇവിടെ ഹൈ അഫിനിറ്റി ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ അറിയുന്നത് അല്ലെ. ഇനി നമുക്കറിയാം എന്താണ് H+ അയോൺ കോൺസെൻട്രേഷനും pHഉം തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. pH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് അല്ലേ. അപ്പം H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ pH കൂടുക എന്നല്ലേ അർത്ഥം. ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അല്ലേ ഉള്ളത്. സോ നോക്ക്, കർവ് എ റെപ്രസെന്റ്സ് ഹൈ അഫിനിറ്റി ആണ്. ഏത് കണ്ടീഷനിലാണ്? ലോ H+ കണ്ടീഷനിലാണ് ആൻഡ് ഹൈ pH കണ്ടീഷൻ. ഇങ്ങനെയല്ലേ വരേണ്ടത്. ഇവിടെ എന്താ തന്നത്? കർവ് എ റെപ്രസെന്റ്സ് ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ അറ്റ് ലോ pH എന്ന് പറയുന്നത് ഹൈ അല്ലേ, അപ്പോഴല്ലേ H+ കോൺസെൻട്രേഷൻ ലോ ആവുള്ളൂ. സോ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോ pH എന്ന് പറയുന്നുണ്ട്, ഇതും തെറ്റാണ്. ആൻഡ് ഫൈനൽ ഓപ്ഷൻ നമുക്ക് നോക്കാം. കർവ് സി, ലോ അഫിനിറ്റി, ഈ കർവിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ ആണ്, അവിടെ തന്നെ തെറ്റാണ് അല്ലെ. ഫേവറബിൾ ഓക്സിജൻ അസോസിയേഷൻ ആണ് വിത്ത് ഹീമോഗ്ലോബിൻ അറ്റ് ഹൈ PO2 എന്നാണ് പറയുന്നത്. ഇവിടെ PO2 കുറവാണ് ആൻഡ് ലോ അഫിനിറ്റി ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ 4 ഓപ്ഷൻസ് മനസ്സിലാക്കിയത്. അപ്പൊ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ആണ്. കർവ് എ represents favorable oxygen association with hemoglobin at low H+ ions. ഇവിടെ low H+ ionsന്റെ വേറൊരു ടേം ആണ് pH. pHഉം H+ ionsന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരിക. NCERT-യിൽ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആൻഡ് അതിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു തിയറി മാത്രം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് ഇൻ ഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയണം. അതുപോലെ തന്നെ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പരിചയം വേണം. അപ്പൊ മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസിലൂടെ നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഐസറിൽ വന്ന ചോദ്യങ്ങൾ, അതുപോലത്തെ ചോദ്യങ്ങൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള ഒരു വലിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഐസർ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ ഒരു സീരീസ് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിലോ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. കൂടുതൽ പേരിലേക്ക് ഈ ഒരു സീരീസ് എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും ഇതിന്റെ നോട്ടും ഒരു PDF ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ ഇപ്പൊ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതും കുട്ടികളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു നോട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതുമാണ്. ആൻഡ് നിങ്ങൾക്ക് ഇനി ഒരു സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഈ ഒരു വെബ്സൈറ്റിൽ പോയി നോക്കിയാലും അവിടെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വെബ്സൈറ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.